ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായമായ ദ ഫ്രെയിംസ് എന്നതിലെ മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന തിരക്കഥയാണ്. ഈ അധ്യായത്തിലെ ഓരോ പാഠഭാഗങ്ങളും സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ അധ്യായത്തിൽ ഈ ഒരു പാഠഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളത് സിനിമാ തിരക്കഥ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഒരു സിനിമയിൽ എഴുതി വെച്ച തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് അഭിനേതാക്കളെയും അവർ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യേണ്ട സന്ദർഭങ്ങളെയും നിശ്ചയിക്കുന്നത്. പ്രശസ്ത ഇറാനിയൻ സിനിമാ നിർമ്മാതാവായ മാജിദ് മജീദി സംവിധാനം ചെയ്ത മുഴുനീള സിനിമയായ ചിൽഡ്രൻ ഓഫ് ഹെവൻ ബച്ചേഹ യെ ആസുമാൻ എന്നതിൻ്റെ തിരക്കഥയിലെ ഒരു ഭാഗമാണ് മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന ഈ പാഠഭാഗം. അലി എന്ന കുട്ടി തൻ്റെ സഹോദരി സഹ്റയുടെ ഷൂ ചെരുപ്പുകുത്തിയുടെ അടുക്കലിൽ നിന്നും നന്നാക്കി തിരിച്ചു കൊണ്ടുവരുമ്പോൾ അത് നഷ്ടപ്പെടുകയും അത് വീണ്ടെടുക്കാനുള്ള ആ കുട്ടിയുടെ സാഹസികതകളും ദരിദ്രരായ മാതാപിതാക്കളിൽ നിന്നും അത് മറച്ചുവെക്കാനുള്ള ശ്രമവും വളരെ ബുദ്ധിമുട്ടി രണ്ടുപേരും അലിയുടെ ഷൂ പങ്കുവെച്ചുപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഈ സിനിമയുടെ പ്രമേയം. വളരെ ഹൃദയസ്പർശമായ രീതിയിലാണ് ഈ സിനിമ അവതരിപ്പിച്ചിട്ടുള്ളത്. തിരക്കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് മാജിദ് മജീദി ആരാണെന്ന് നോക്കാം. അദ്ദേഹം ഇറാനി സിനിമാ സംവിധായകനും നിർമ്മാതാവും തിരക്കഥാ രചയിതാവുമാണ്. കളർ ഓഫ് പാരഡൈസ്, ബാരൻ, ദ വില്ലോ ട്രീ എന്നിങ്ങനെ ഒരുപാട് മുഴുനീള സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. മികച്ച അന്യഭാഷാ ചലച്ചിത്രത്തിനുള്ള അക്കാദമി അവാർഡിന് നാമനിർദ്ദേശം ചെയ്ത സിനിമയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത ദ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്നത്. അക്കാദമി അവാർഡിന് നോമിനേറ്റ് ചെയ്ത ആദ്യത്തെ ഇറാനിയൻ സിനിമയും ഇതായിരുന്നു. ഇനി നമുക്ക് തിരക്കഥയിലോട്ട് പോകാം. മൈ സിസ്റ്റേഴ്സ് ഷൂസ്, എൻ്റെ സഹോദരിയുടെ പാദുകങ്ങൾ. സീൻ 1, രംഗം 1. കോബ്ലേഴ്സ് ഷോപ്പ്, ചെരുപ്പുകുത്തിയുടെ കട. ഇവിടെയാണ് ഒന്നാമത്തെ രംഗം നടക്കുന്നത്. ക്ലോസപ്പ് ഓഫ് എ കോബ്ലർ സ്റ്റിച്ചിങ് എ ഗേൾസ് ഷൂ. ഒരു പെൺകുട്ടിയുടെ ഷൂ തുന്നിക്കൊണ്ടിരിക്കുന്ന ചെരുപ്പുകുത്തിയുടെ വളരെ അടുത്തു നിന്നെടുത്ത ഒരു ഷോട്ട്. ക്ലോസപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ വളരെ അടുത്ത് നിന്നെടുക്കുന്ന ഒരു പിക്ചറിനെയാണ് ക്ലോസപ്പ് എന്ന് പറയുക. ഓൺലി ദ പിങ്ക് ഷൂ ആൻഡ് ദ കോബ്ലേഴ്സ് ഹാൻഡ്സ് ആർ ഇൻ ദ ഫ്രെയിം. ആ സമയത്ത് ഒരു ചട്ടക്കൂട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പിങ്ക് നിറത്തിലുള്ള ഷൂസും ചെരുപ്പുകുത്തിയുടെ കൈകളും മാത്രമാണ്. The camera moves back to the middle distance to show Ali sitting on a low chair next to the cobbler and watching him work. ഇതേ സമയം ചെരുപ്പുകുത്തിയുടെ അടുത്ത് ഒരു താഴ്ന്ന കസേരയിൽ അയാളുടെ ജോലി കണ്ടുകൊണ്ടിരിക്കുന്ന അലിയെ കാണിക്കാൻ വേണ്ടി ക്യാമറ ഒരു പകുതി ദൂരം വരെ പിറകിലേക്ക് നീങ്ങി. ഇതിലെ പ്രധാന കഥാപാത്രമാണ് അലി. The cobbler finishes stitching the shoe. ആ ചെരുപ്പുകുത്തി ഷൂ തുന്നൽ പൂർത്തിയാക്കി. പിക്സ് അപ്പ് ദ അതർ വൺ ഓഫ് ദ പെയർ ആൻഡ് ഹാൻഡ്സ് ദം ബോത്ത് ടു അലി. ആ ജോഡിയുടെ മറ്റേതും എടുത്ത് രണ്ടും അലിക്ക് കൈമാറി. കോബ്ലർ ചെരുപ്പുകുത്തി പറയാണ്, ദാറ്റ് വിൽ ബി 30 ടൗമൻസ്. അതൊരു 30 നാണയം ഉണ്ടാകും. ടൗമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനിലെ ഒരു പഴയ നാണയമാണ്. അലി റിപ്ലൈ ചെയ്യാണ്, മറുപടി പറയാണ്, താങ്ക് യു, നന്ദി. അലി ഗീവ്സ് മണി ടു ദ കോബ്ലർ. അലി ചെരുപ്പുകുത്തിക്ക് പണം നൽകി. കോബ്ലർ ചെരുപ്പുകുത്തി, ഹിയർ ഈസ് യുവർ ചേഞ്ച്. ഇതാ നിങ്ങളുടെ ബാക്കി. പിക്സ് അപ്പ് കോയിൻസ് ഫ്രം ദ മണി ബോക്സ് ടു ഗീവ് ടു അലി. അലിക്ക് നൽകാൻ വേണ്ടി പണപ്പെട്ടിയിൽ നിന്നും നാണയമെടുത്തു. കട്ട് ടു ദ സ്ട്രീറ്റ് ഔട്ട്സൈഡ്. പുറത്തുള്ള തെരുവിൽ നിന്നുള്ള ഒരു രംഗം. സീൻ ഫ്രം അക്രോസ് ദ സ്ട്രീറ്റ്. തെരുവിന് മറുവശത്തു നിന്നുള്ള കാഴ്ച. ദ കോബ്ലേഴ്സ് ഷോപ്പ് വേർ അലി ആൻഡ് ദ കോബ്ലർ ആർ സിറ്റിംഗ് ക്യാൻ ബി സീൻ. ചെരുപ്പുകുത്തിയുടെ കടയും എവിടെയാണോ അലിയും ചെരുപ്പുകുത്തിയും ഇരിക്കുന്നത് അതാണ് കാണാൻ കഴിയുക. To the right of the cobbler's shop is a door with a curtain hanging on it which appears to open into a row house. ചെരുപ്പുകുത്തിയുടെ കടയുടെ വലത്തെ ഭാഗത്തേക്ക് ഒരു കർട്ടൻ തൂങ്ങിക്കിടക്കുന്ന വാതിലാണ്. അതൊരു റോ വീട്ടിലേക്ക് തുറന്നു കിടക്കുന്നതാണ്. റോ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്തെ ചുമര് ഷെയർ ചെയ്യുന്ന പരസ്പരം ബന്ധിപ്പിച്ച വീടുകളുടെ നിര. അലി ഈസ് ലീവിംഗ് ദ ഷോപ്പ്. അലി കടവിടുന്നു. അലീസ് വോയിസ്, താങ്ക് യു. അലിയുടെ ശബ്ദം, നന്ദി. ദ കോബ്ലേഴ്സ് വോയിസ്, യു ആർ വെൽക്കം, ഗുഡ് ബൈ.
ചെരുപ്പ് കുത്തിയും തിരിച്ചു മറുപടി പറയാണ് വെൽക്കം, ഓക്കെ ശരിയെന്ന്. എ മാൻ വിത്ത് എ പാർസൽ അണ്ടർ ഹിസ് ആം വാക്സ് അപ്പ് ടു ദ കർട്ടൈൻ ഡോർ, ലിഫ്റ്റ്സ് ദ കർട്ടൈൻ ആൻഡ് ഗോസ് ഇൻ. കയ്യിനു താഴെ ഒരു പൊതിയുമായി ഒരു വ്യക്തി കർട്ടൻ വാതിലിൻ്റെ അടുത്തേക്ക് നടക്കുന്നു, കർട്ടൻ പൊന്തിക്കുന്നു, എന്നിട്ട് അകത്തേക്ക് പോയി. ആസ് അലി കംസ് ഔട്ട് ഓഫ് ദ കോബ്ലേഴ്സ് ഷോപ്പ്, putting the shoes into a small black bag in his hand, walks down the street and moves out of the frame on the left. ഇതെല്ലാം നടന്നിരുന്നത് അലി ചെരുപ്പുകുത്തിയുടെ കടയിൽ നിന്നും പുറത്തേക്ക് വന്ന് അവൻ്റെ കയ്യിലെ ചെറിയ കറുത്ത ബാഗിലേക്ക് ഷൂ ഇടുകയും ആ തെരുവിലൂടെ നടക്കുകയും ഇടതുഭാഗത്തുകൂടെ ആ ഫ്രെയിമിൽ നിന്നും പോവുകയും ചെയ്തു. സീൻ 2, രംഗം 2. ബേക്കറി. ബേക്കറിയാണ് ലൊക്കേഷൻ. ഇൻസൈഡ് ദ ബേക്കറി, ഷോട്ട്സ് ഓഫ് ബ്രെഡ് ബീങ് ബേക്ക്ഡ്. ബേക്കറി കടയുടെ അകത്ത് ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ലോസപ്പ് ഓഫ് എ ഹാൻഡ് പുട്ടിംഗ് ഇൻ ടു ദ സ്റ്റൗ നീഡഡ് ഫ്ലോർ സ്പ്രെഡ് ഓൺ എ ബേക്കിംഗ് ബോർഡ് ആൻഡ് ടേക്കിംഗ് ഔട്ട് ദ ബേക്ക്ഡ് നാൻ. ഒരു ചുടുന്ന പലകയിൽ പരത്തിവെച്ച കുഴച്ച മാവ് അടുപ്പിലേക്ക് വെക്കുന്നതും ചുട്ട നാൻ പുറത്തെടുക്കുകയും ചെയ്യുന്നതുമായ കയ്യിൻ്റെ അടുത്തു നിന്നുള്ള ഒരു ഷോട്ട്. നാൻ എന്ന് പറയുന്നത് വലിയ ചപ്പാത്തി പോലെ നീട്ടിപ്പരത്തിയ ബ്രെഡിനെയാണ്. The camera pans slightly to the right to show Ali picking up the naan dropped by the cook and stacking them on a cloth spread on a wooden plank. പാചകക്കാരൻ വെച്ചുപോയ നാൻ എടുക്കുന്നതും മരപ്പലകയിൽ വിരിച്ച തുണിയിൽ അത് ശേഖരിക്കുകയും ചെയ്തിരുന്ന അലിയെ കാണിക്കാൻ വേണ്ടി ക്യാമറ ചെറുതായി വലത്തോട്ട് ഒന്ന് തിരിച്ചു. The camera moves back to show Ali and 3 cooks sitting around the stove, kneading and putting it inside the stove. ക്യാമറ വീണ്ടും അലിയെ കാണിക്കാൻ വേണ്ടി പിറകിലേക്ക് നീങ്ങി. മാത്രമല്ല 3 പാചകക്കാർ അടുപ്പിന് ചുറ്റും ഇരിക്കുന്നതും കുഴക്കുന്നതും പിന്നെ അടുപ്പിനകത്തിടുന്നതും എല്ലാം കാണിച്ചുകൊണ്ട്. Ali finishes stacking the naan and ties up the cloth into a bundle. പിന്നീട് അലി ഞാൻ ശേഖരിക്കുന്നത് പൂർത്തിയാക്കുകയും ഒരു ഭാണ്ഡം പോലെ ആ വസ്ത്രം കെട്ടി പോവുകയും ചെയ്തു. സീൻ 3, രംഗം 3. ദ ഫുട്പാത്ത് ഔട്ട്സൈഡ് ദ ബേക്കറി. ബേക്കറിയുടെ പുറത്തെ നടപ്പാത. എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെൻ ആർ വെയിറ്റിംഗ് ഇൻ എ ക്യൂ ഔട്ട്സൈഡ് ദ ബേക്കറി ടു ബൈ നാൻ. ഞാൻ വേടിക്കാൻ വേണ്ടി ബേക്കറിയുടെ പുറത്ത് വരിയിൽ കാത്തു നിൽക്കുകയായിരുന്നു ഒരു ചെറിയ ആൾക്കൂട്ടം. ദ ഔട്ട്ലൈൻ ഓഫ് ബിൽഡിംഗ്സ് ഇൻ ദ സ്ട്രീറ്റ് ഈസ് സീൻ ഇൻ ദ ഡിസ്റ്റൻസ്. ആ തെരുവിലെ കെട്ടിടങ്ങളുടെ രൂപരേഖ ദൂരെ കാണാമായിരുന്നു. അലി ഈസ് സീൻ കമ്മിങ് ഔട്ട് ഫ്രം ദി ബേക്കറി ഇൻ ടു ദ ഫുട്പാത്ത്, ദ പാർസൽ ഓഫ് നാൻ ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ്. അലി ബേക്കറിയിൽ നിന്നും പുറത്തേക്ക് നടപ്പാതയിലേക്ക് വരുന്നത് കാണാം. വലതു കൈയിൽ നാനിൻ്റെ പൊതിയും. ആൻഡ് ദ പാർസൽ ഓഫ് ഷൂസ് ഇൻ ഹിസ് ലെഫ്റ്റ്. അവൻ്റെ ഇടത് കൈയിലാകട്ടെ ഷൂവിൻ്റെ പൊതിയും. He crosses the pavement and walks into a vegetable store. അവൻ നടപ്പാത അല്ലെങ്കിൽ കല്ല് പാകിയ നികത്ത് അവയെല്ലാം മറികടന്നു. എന്നിട്ട് അവൻ ഒരു പച്ചക്കറി കടയിലേക്ക് നടന്നു. He places the bundle of naan on top of a pile of boxes of vegetables stacked in front of the shop and the bag of shoes in the small gap between 2 boxes. എന്നിട്ട് അവൻ കടയുടെ മുന്നിൽ കൂട്ടിവെച്ച പച്ചക്കറികളുടെ പെട്ടികളുടെ കൂമ്പാരത്തിന് മുകളിലായിട്ട് നാനിൻ്റെ ചുമട് ഇറക്കി വെച്ചു. ആ 2 പെട്ടികളുടെ ഇടയിലെ വിടവിൽ ഷൂവിൻ്റെ ബാഗും വെച്ചു. ഓൺ ദ സൗണ്ട് ട്രാക്ക് എ ഹോക്കേഴ്സ് വോയിസ് ഈസ് ഹേർഡ്. ശബ്ദരേഖയിൽ വഴിക്കച്ചവടക്കാരൻ്റെ ശബ്ദം കേട്ടു. ഹോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നുകൊണ്ട് സാധനങ്ങൾ വിൽക്കുന്ന വ്യാപാരി. സാൾട്ട്, സാൾട്ട് ഫോർ ട്രൈഡ്. അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉപ്പ്, വിൽപ്പനയ്ക്കുള്ള ഉപ്പ് എന്ന്. ദ ഷോപ്പ് കീപ്പർ ഈസ് സീൻ സ്റ്റാൻഡിങ് ബിഹൈൻഡ് ദ കൗണ്ടർ. കച്ചവട സാധനങ്ങൾ വെച്ചിട്ടുള്ള മേശയുടെ പിറകിൽ കച്ചവട ഉടമ നിൽക്കുന്നത് കാണാം. അലി ടു ദ ഷോപ്പ് കീപ്പർ. അലി കടയുടമയോട് പറയുകയാണ്, അസ്സലാമു അലൈക്കും അക്ബറക്ക, ഐ നീഡ് സം പൊട്ടാറ്റോസ്. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ഇസ്ലാം മതപ്രകാരമുള്ള ഒരു ഗ്രീറ്റിംഗ് ആണ്. അക്ബറക്ക, അക്ബർ ചേട്ടാ, എനിക്ക് കുറച്ച് ഉരുളൻകിഴങ്ങുകൾ വേണം. അക്ബർ, ദ ഷോപ്പ് കീപ്പർ ഗീവ്സ് അലി എ സ്മോൾ ബ്ലാക്ക് ബാഗ് ടു പുട്ട് പൊട്ടാറ്റോസ് ഇൻ. ഇത് പറഞ്ഞപ്പോൾ
അക്ബർ, ആ കടയുടെ ഉടമ, അലിക്ക് ഉരുളൻകിഴങ്ങുകൾ ഇടാൻ വേണ്ടി ഒരു ചെറിയ കറുത്ത സെഞ്ചി കൊടുത്തു. അലി സ്റ്റാർട്ട്സ് പിക്കിംഗ് ദ ലാർജ് ഹോൾസം പൊട്ടാറ്റോസ് ഇൻ എ ബോക്സ് അറ്റ് ദ ടോപ്പ് ഓഫ് എ ഹീപ്പ്. അലി ആ കൂമ്പാരത്തിൻ്റെ മുകളിലെ പെട്ടിയിൽ നിന്നും വലിയ നല്ല ആരോഗ്യവഹകമായ ഉരുളൻകിഴങ്ങുകൾ എടുക്കാൻ തുടങ്ങി. അക്ബർ, നോട്ട് ദോസ് കിഡ്, പിക്ക് സം ഡൗൺ ദ. അതല്ല കുട്ടി, താഴെയുള്ളത് ഇന്ന് എടുക്കൂ. അലി മൂവ്സ് ടു ഹിസ് റൈറ്റ്, സ്ക്വാട്ട്സ് ഡൗൺ ആൻഡ് ഫിൽസ് ദ ബാഗ് വിത്ത് സ്മോളർ പൊട്ടാറ്റോസ് ഫ്രം എ ബോക്സ് ഓൺ ദ ഫ്ലോർ. അലി വലത്തോട്ട് നീങ്ങി താഴേക്ക് കുനിഞ്ഞുകൊണ്ട് തറയിലെ പെട്ടിയിൽ നിന്നും കുറച്ച് ചെറിയ ഉരുളൻകിഴങ്ങുകൾ കൊണ്ട് ബാഗ് നിറച്ചു. ക്ലോസപ്പ് ഓഫ് അലി പിക്കിംഗ് ദ പൊട്ടാറ്റോസ്. ഉരുളൻകിഴങ്ങുകൾ പെറുക്കുന്ന അലിയുടെ അടുത്തുനിന്നുള്ള ഒരു രംഗം. കട്ട് ടു വ്യൂ ഓഫ് ദ ഷോപ്പ് ഫ്രം ദ പേവ്മെൻറ്റ്. പേവ്മെൻറ്റ് അഥവാ നടപ്പാതയിൽ നിന്നുമുള്ള കടയുടെ കാഴ്ച. എ മാൻ പുഷിംഗ് എ ഹാൻഡ് കാർട്ട് ഫിൽഡ് വിത്ത് ജങ്ക് എൻറ്റേഴ്സ് ദ ഫ്രെയിം ഫ്രം ദ റൈറ്റ് ആൻഡ് സ്റ്റോപ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഷോപ്പ്. വലതു നിന്നും ഒരു വ്യക്തി ചപ്പുചവറുകൾ നിറച്ച ഉന്തുവണ്ടി തള്ളിക്കൊണ്ട് രംഗത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട് കടയുടെ മുന്നിൽ നിർത്തി. ഹാൻഡ് കാർട്ട് എന്ന് പറഞ്ഞതിന് ഉന്തുവണ്ടി, ജങ്ക് എന്ന് പറഞ്ഞതിന് ചപ്പുചവറുകൾ, വേസ്റ്റ് മെറ്റീരിയൽസ്. ദ ജങ്ക് കളക്ടർ ലൗഡ്ലി ടു ദ ഷോപ്പ് കീപ്പർ. ഉപയോഗശൂന്യമായവ ശേഖരിക്കുന്ന വ്യക്തി ഉറക്കെ കടക്കാരനോട് പറഞ്ഞു, അസ്സലാമു അലൈക്കും, വിത്ത് യുവർ പെർമിഷൻ. അയാൾ വിഷ് ചെയ്തു. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ അനുവാദത്തോടു കൂടെ. അതായത് അയാൾ അവിടെയുള്ള വേസ്റ്റൊക്കെ കളക്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ദ ജങ്ക് കളക്ടർ പിക്സ് അപ്പ് ബണ്ടിൽസ് ഓഫ് യൂസ്ഡ് പോളിത്തീൻ ബാഗ്സ് ലൈയിങ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ നിയർ ദ ബോക്സസ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ത്രോസ് ദം ഇൻ ടു ദ കാർട്ട്. ചപ്പുചവറുകൾ ശേഖരിക്കുന്ന വ്യക്തി പച്ചക്കറി പെട്ടികളുടെ അടുത്ത് തറയിൽ ചിതറിക്കിടക്കുന്ന ഉപയോഗിച്ച പ്ലാസ്റ്റിക് ബാഗുകളുടെ ചുമട് എടുത്തു. എന്നിട്ട് അത് വണ്ടിയിലേക്ക് എറിഞ്ഞു. ഹി സീസ് അലീസ് പാസൽ ഷൂസ്. അവൻ അലിയുടെ ഷൂസിൻ്റെ പൊതി കണ്ടു. ടേക്കിംഗ് ഇറ്റ് ഫോർ ജങ്, ഹി പിക്സ് ഇറ്റ് അപ്പ് ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ കാർട്ട്. അത് ചപ്പുചവറാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അതെടുത്തു വണ്ടിയിൽ വെച്ചു. ദ ജങ്ക് കളക്ടർ ഗുഡ് ബൈ. അയാൾ അങ്ങനെ പോവുകയാണ്. അക്ബർ ഗുഡ് ബൈ. ദ ജങ്ക് കളക്ടർ ലീവ്സ്. അങ്ങനെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ശേഖരിക്കുന്ന ആ വ്യക്തി പോയി. കട്ട് ടു വ്യൂ ഫ്രം ഇൻസൈഡ് ദ ഷോപ്പ്. കടയുടെ അകത്ത് നിന്നുള്ള ഒരു ഷോട്ട്. അക്ബർ ഈസ് ഓൺ ദ ലെഫ്റ്റ് എഡ്ജ് ഓഫ് ദ ഫ്രെയിം കൗണ്ടിങ് മണി. അക്ബർ പണം എണ്ണിക്കൊണ്ട് ഫ്രെയിമിൻ്റെ ഇടത്തെ അറ്റത്തുണ്ട്. കട്ട് ടു അലി ഫില്ലിംഗ് ഹിസ് ബാഗ് വിത്ത് പൊട്ടാറ്റോസ്. ഉരുളൻകിഴങ്ങ് കൊണ്ട് സഞ്ചി നിറക്കുന്ന അലിയുടെ ഒരു ഷോട്ട്. അലി ഫിനിഷസ് ഫില്ലിംഗ് ദ ബാഗ് ആൻഡ് ഹാൻഡ്സ് ഇറ്റ് ടു അക്ബർ ഫോർ വെയിങ്. അലി ബാഗ് നിറക്കുന്നത് തീർത്തു. എന്നിട്ട് അത് തൂക്കാൻ വേണ്ടി അക്ബറിന് നൽകി. അക്ബർ ഹോൾഡ്സ് ദ ബാഗ് ഇൻ ഹിസ് ഹാൻഡ് ടു ഫീൽ ദ വെയ്റ്റ് ഫോർ എ മൊമെൻറ്റ് ആൻഡ് ഹാൻഡ്സ് ഇറ്റ് ബാക്ക് ടു അലി. തൂക്കം നോക്കാൻ വേണ്ടി അക്ബർ ബാഗ് ഒരു നിമിഷം പിടിച്ചു. എന്നിട്ട് അത് തിരിച്ച് അലിക്ക് നൽകി. അക്ബർ 65 ടൗമൻസ്. 65 ടൗമൻസ്. ടൗമൻസ് എന്നത് ഇറാനിലെ ഒരു പഴയ നാണയമാണ്. അലി, മൈ മോം സെഡ് ടു പുട്ട് ഇറ്റ് ഓൺ അവർ ടാബ്. എൻ്റെ അമ്മ പറഞ്ഞത് അത് ഞങ്ങളുടെ കണക്കിലിടാൻ ആണ്. അക്ബർ, ടെൽ ഹർ യുവർ അക്കൗണ്ട് ഹാസ് റീച്ച്ഡ് ഇറ്റ്സ് ലിമിറ്റ്. അവളുടെ അടുത്ത് പറയുക, നിങ്ങളുടെ വ്യാപാര ഇടപാട് അതിൻ്റെ പരിധിയിലെത്തിയിട്ടുണ്ടെന്ന്. ഷീ ഷുഡ് പേ അറ്റ്ലീസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. അവൾ അതിൻ്റെ ഒരു ഭാഗമെങ്കിലും അടയ്ക്കേണ്ടി വരും. അലി, ഓൾ റൈറ്റ്, ശരി, അങ്ങനെ പറഞ്ഞു. അലി ടേൺസ് ടു ഗോ. അലി പോകാൻ വേണ്ടി തിരിഞ്ഞു. കട്ട് ടു വ്യൂ ഫ്രം ഔട്ട്സൈഡ് ദ ഷോപ്പ്. കടയുടെ പുറത്തു നിന്നുള്ള കാഴ്ചക്ക്. He goes to the pile of boxes in front of the shop and picks the bundle of naan and then looks for the bag of shoes. കടയുടെ മുൻപിലുള്ള പെട്ടികളുടെ കൂമ്പാരത്തിൻ്റെ അടുത്തേക്ക് അവൻ പോയി. എന്നിട്ട് ഞാൻ വെച്ച ഭാണ്ഡം എടുത്തു. എന്നിട്ട് ഷൂസിൻ്റെ ബാഗിന് വേണ്ടി നോക്കി. Unable to find it, അത് കണ്ടെത്താൻ കഴിയാതിരുന്നപ്പോൾ he places the bag of naan atop the vegetable boxes and begins to search underneath. അവൻ നാനിൻ്റെ പൊതി പച്ചക്കറി പെട്ടികളുടെ മുകളിൽ വെച്ചു. എന്നിട്ട് ചുവടെ തിരയാൻ തുടങ്ങി. First he puts his hand and then his head in the gap between the boxes of vegetables, which upsets them all.
പച്ചക്കറി പെട്ടികളുടെ ഇടയിലെ വിടവിലേക്ക് ആദ്യം അവൻ അവൻ്റെ കൈ ഇട്ടു, പിന്നെ തലയും. അത് അവയെയെല്ലാം താളം തെറ്റിച്ചു. The vegetable boxes tumble and vegetables scatter on the ground. പച്ചക്കറി പെട്ടികൾ ഉരുണ്ടു വീണു, എന്നിട്ട് പച്ചക്കറികൾ മുഴുവൻ തറയിൽ ചിന്നിച്ചിതറി. On hearing the sound, ഈ ശബ്ദം കേട്ടപ്പോൾ അക്ബർ comes running from inside the shop and sees the vegetables strewn on the ground. അക്ബർ കടയിൽ നിന്നും ഓടി വന്നു, എന്നിട്ട് നിലത്ത് വിതറിക്കിടക്കുന്ന പച്ചക്കറികൾ കണ്ടു. അക്ബർ annoyed, അലോസരപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ദേഷ്യത്തിൽ, വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ്, എന്ത് നാശമാണ് നീ ചെയ്യുന്നത്? വൈ ഡിഡ് യു സ്പിൽ ദീസ്, എന്തിനാണ് നീ ഇത് നശിപ്പിച്ചത്? ആർ യു ക്രൈസി, നിനക്ക് ഭ്രാന്തുണ്ടോ? അലി ലുക്കിംഗ് അറ്റ് ഹിം വിത്ത് ഗിൽറ്റ്, അപരാധത്തോടെ അയാളെ നോക്കിക്കൊണ്ട്, മൈ സിസ്റ്റേഴ്സ് ഷൂസ് ഹാവ് ഡിസപ്പിയർഡ്, എൻ്റെ സഹോദരിയുടെ പാദുകങ്ങൾ കാണാനില്ല അല്ലെങ്കിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. അക്ബർ ഗെറ്റ് ലോസ്റ്റ്, ബീറ്റ് ഇറ്റ്, പോയി തുലയൂ, ഇങ്ങനെ പറഞ്ഞ് അലിയെ ആട്ടി ഓടിക്കുകയാണ്. അലി ഐ ലെഫ്റ്റ് മൈ സിസ്റ്റേഴ്സ് ഷൂസ് ഹിയർ, ഞാൻ എൻ്റെ സഹോദരിയുടെ പാദുകങ്ങൾ ഇവിടെയാണ് വെച്ചിരുന്നത്. അക്ബർ ഐ സെഡ് ഗെറ്റ് ലോസ്റ്റ്, ഞാൻ പറഞ്ഞത് പോകാനാണ്. ബാങ്സ് ഹിസ് ഫിസ്റ്റ് ഓൺ ദ പൈൽ ഓഫ് ബോക്സസ്, പെട്ടികളുടെ കൂമ്പാരത്തിൽ മുഷ്ടി അടിച്ചുകൊണ്ട് അലി റൺസ് എവേ സ്കെയേർഡ്, പാവം അലി ഓടിപ്പോയി ഭയത്താൽ. സീൻ 4, രംഗം 4. അലീസ് ഹൗസ്, അലിയുടെ വീട്. ഇവിടെയുള്ള ലൊക്കേഷൻ അലിയുടെ വീടാണ്. മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് ഓഫ് അലി ആൻഡ് ഹിസ് സിസ്റ്റർ സഹറ റീഡിംഗ് ദെയർ ടെക്സ്റ്റ് ബുക്സ് നീലിംഗ് ഓൺ ദ മാട്രസ്. മെത്തയിൽ മുട്ടുകുത്തിയിരുന്ന് പാഠപുസ്തകം വായിക്കുന്ന അലിയുടെയും അവൻ്റെ സഹോദരി സഹറയുടെയും പകുതി ദൂരത്തിൽ നിന്നെടുത്ത ഒരു രംഗം. എ ബേബീസ് ക്രൈ ഈസ് ഹിയർഡ് ഫെയിൻറ്റ്ലി ഓൺ ദ സൗണ്ട് ട്രാക്ക്. ശബ്ദരേഖയിൽ നേരിയ രീതിയിൽ ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കാമായിരുന്നു. ദ ക്യാമറ ക്ലോസസ് ഇൻ ഓൺ സഹ്റ ഹു ഈസ് റൈറ്റിംഗ് ഇൻ എ നോട്ട്ബുക്ക് മംബ്ലിംഗ് വേർഡ്സ് ആസ് ഷീ റൈറ്റ്സ്. നോട്ട്ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സഹ്റയുടെ മേൽക്ക് ക്യാമറ അടുപ്പിച്ചു. അവൾ എഴുതുമ്പോൾ എന്തൊക്കെയോ വാക്കുകൾ പിറുപിറുക്കുന്നു. അലി ഹൗ ആം ഐ ഗോയിങ് ടു സ്കൂൾ വിത്തൗട്ട് ഷൂസ്, അവൾ ചോദിക്കുകയാണ്. അതായത് അതിലെഴുതി കൊടുക്കുകയാണ് നോട്ട്ബുക്കിൽ അലിക്ക്. അലി എങ്ങനെയാണ് ഷൂസ് ഇല്ലാതെ ഞാൻ സ്കൂളിൽ പോകുക? ദ ക്യാമറ മൂവ്സ് ബാക്ക് ടു ദ മിഡിൽ ഡിസ്റ്റൻസ്. ക്യാമറ വീണ്ടും പകുതി ദൂരത്തിലേക്ക് തന്നെ നീങ്ങി. നൗ ബോത്ത് സഹ്റ ആൻഡ് അലി ആർ ഇൻ ദ ഫ്രെയിം. ഇപ്പോൾ സഹ്റയും അലിയുമാണ് ഫ്രെയിമിൽ അഥവാ ചട്ടക്കൂട്ടിൽ. Their parents' conversation on the other end of the room is heard on the soundtrack, interspersed with the sound of a hammer banging. ആ മുറിയുടെ മറ്റേ അറ്റത്തുള്ള അവരുടെ രക്ഷിതാക്കളുടെ സംഭാഷണം ഒരു ചുറ്റിക അടിക്കുന്ന ശബ്ദത്താൽ ഛിന്ന ഭിന്നമായി ശബ്ദരേഖയിൽ കേൾക്കാമായിരുന്നു. അത് ഓഫ് സ്ക്രീൻ, അമ്മ തിരശീലയ്ക്ക് പിന്നിലായി. ഇവരുടെ ശബ്ദം ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. Go to your company store tomorrow. We don't have any formula left. നാളെ നിങ്ങളുടെ കമ്പനിയുടെ സംഭരണത്തിലേക്ക് ഒന്ന് പോകൂ. നമ്മുടെ പക്കൽ ഇനി കുഞ്ഞിനു നൽകാനുള്ള ഭക്ഷണം ബാക്കിയില്ല. ഫോമുല എന്ന് പറയുന്നത് കുട്ടികൾക്ക് നൽകുന്ന ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. സഹ്റ പാസസ് ഹർ നോട്ട്ബുക്ക് ടു അലി. ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് സഹ്റ അവളുടെ നോട്ട്ബുക്ക് അലിക്ക് കൈമാറി. ഫാദർ ഓഫ് സ്ക്രീൻ, അച്ഛൻ തിരശീലയ്ക്ക് പിന്നിലായിക്കൊണ്ട്. ഡോണ്ട് വറി, വിഷമിക്കേണ്ട. ഫാദർ ഓഫ് സ്ക്രീൻ, വീണ്ടും അച്ഛൻ്റെ ശബ്ദം വീണ്ടും കേൾക്കുകയാണ്. റഹീം അക്കാസ് വൈഫ് ഹാഡ് എ സ്ലിപ്ഡ് ഡിസ്ക്. സർജറി മെയ്ഡ് ഇറ്റ് വേഴ്സ്. അക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ അല്ലെങ്കിൽ സർ. റഹീം ചേട്ടൻ്റെ ഭാര്യയ്ക്ക് വഴുതിപ്പോയ ഡിസ്ക് ഉണ്ട്. ശസ്ത്രക്രിയ അതിനെ വീണ്ടും മോശമാക്കി. നട്ടെല്ലിൻ്റെ ചില പ്ലേറ്റുകൾ സ്ഥാനം മാറുന്നതിനെയാണ് സ്ലിപ്ഡ് ഡിസ്ക് എന്ന് പറയുക. Alternate close-ups of Ali and Zahra listening to their parents' conversation and looking at each other. മാറി മാറിയുള്ള അലിയുടെയും സഹ്റയുടെയും അടുത്തുനിന്നുള്ള കാഴ്ച. രണ്ടുപേരും അവരുടെ രക്ഷിതാക്കളുടെ സംഭാഷണം ശ്രദ്ധിക്കുന്നു, എന്നിട്ട് പരസ്പരം നോക്കുന്നു. കട്ട് ടു അടുത്ത ഷോട്ട്. മിഡിൽ ഡിസ്റ്റൻസ് ഷോട്ട് ഓഫ് മദർ ലൈയിങ് ഓൺ എ ബെഡ്. കിടക്കയിൽ കിടക്കുന്ന അമ്മയുടെ പകുതി ദൂരത്തിൽ നിന്നുമുള്ള രംഗം. ടുവേർഡ്സ് ദ ലെഫ്റ്റ് ഓഫ് ദ ഫ്രെയിം ലീനിങ് ബാക്ക് എഗെയിൻസ്റ്റ് ടു പ്രോപ്ഡ് അപ്പ് പില്ലോസ്.
താങ്ങായി വെച്ച 2 തലയണക്കെതിരെ പിന്നിലേക്ക് ചാഞ്ഞുകൊണ്ട് ചട്ടക്കൂടിൻ്റെ ഇടത്തെ ഭാഗത്തേക്ക് ആയി ഇരുന്നുകൊണ്ട്. ഫാദർ ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ ബിയോണ്ട് ദ ബെഡ് നിയർ ദ വാൾ. ചുമരിനടുത്തുള്ള കിടക്കയ്ക്ക് പുറത്തായിട്ടുള്ള ഒരു കസേരയിൽ ഇരിക്കുകയാണ് അച്ഛൻ. ചോപ്പിംഗ് വുഡൻ ഫ്ലിൻസ് വിത്ത് എ ഹാമർ ഓൺ എ ബ്ലോക്ക്. ഒരു തടിക്കട്ടിയിൽ ചുറ്റിക കൊണ്ട് മരത്തിൻ്റെ കട്ടിയുള്ള കഷ്ണങ്ങൾ കൊത്തി നുറുക്കിക്കൊണ്ട്. Behind him are 2 ledges on which are seen some vessels and clothes. അദ്ദേഹത്തിൻ്റെ പിറകിൽ 2 തട്ടുകളുണ്ട്. അതിൽ കുറച്ച് പാത്രങ്ങളും വസ്ത്രങ്ങളും കാണാം. Father, you should learn to live with it. അച്ഛൻ പറയാണ്, നീ ഇതിൻ്റെ ഒപ്പം ജീവിക്കാൻ പഠിക്കണം. കട്ട് ടു അടുത്ത ഷോട്ട്. ക്ലോസ്-അപ്പ് ഓഫ് അലി റീഡിംഗ് ഫ്രം ദ ബുക്ക് സഹറ ഹാസ് പാസ്ഡ് ഓൺ ടു ഹിം. സഹറ കൈമാറിയ പുസ്തകം വായിക്കുന്ന അലിയുടെ അടുത്തു നിന്നുള്ള ഒരു രംഗം. മദർ ഓഫ് സ്ക്രീൻ, അമ്മ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് പിന്നാമ്പുറത്തായിട്ട്. വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു നത്തിങ് ഓൾ ഡേ. ഞാൻ എന്തു ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എല്ലാ ദിവസവും ഒന്നും ചെയ്യാതെ ഇരിക്കണോ? അലി സ്റ്റാർട്ട്സ് റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. അലി നോട്ട്ബുക്കിൽ എഴുതാൻ തുടങ്ങി. ഫാദർ ഓഫ് സ്ക്രീൻ, അച്ഛനും തിരശീലക്കു പിന്നിൽ നിന്ന് പറയാണ്, വെൽ ദ ഡോക്ടർ ഹാസ് ഫോർബിഡൻ വർക്ക്. അതെ, ഡോക്ടർ ജോലി ചെയ്യുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. അലി റൈറ്റ്സ്, യു ക്യാൻ ഗോ ടു സ്കൂൾ വിത്ത് സ്ലിപ്പേഴ്സ് മംബ്ലിംഗ് ദ വേർഡ്സ് ആസ് ഹി റൈറ്റ്സ്. നിനക്ക് പാദരക്ഷകൾ കൊണ്ട് സ്കൂളിൽ പോകാം എന്ന് അലി എഴുതി. എഴുതുമ്പോൾ വാക്കുകൾ പിറുപിറുത്തുകൊണ്ട്, അതായത് ആ എഴുതുന്ന കാര്യം ഇങ്ങനെ വായിച്ചുകൊണ്ട്. ആൻഡ് പാസസ് ദ നോട്ട്ബുക്ക് ടു സഹറ. അങ്ങനെ ആ ബുക്ക് എന്ത് ചെയ്തു? സഹറക്ക് കൈമാറി. ക്ലോസ്-അപ്പ് ഓഫ് ദ നോട്ട്ബുക്ക്. ആ നോട്ട്ബുക്കിൻ്റെ വളരെ അടുത്തു നിന്നുമുള്ള ഒരു രംഗം. മദർ ഓഫ് സ്ക്രീൻ, അമ്മ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയാണ്, കൊബാബ് കാനംസ് സിസ്റ്റർ ഹാഡ് സർജറി ആൻഡ് ഷീ ഈസ് ഫൈൻ. കൊബാബ് കാനമിൻ്റെ പെങ്ങൾക്കും ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു, എന്നിട്ട് അവൾ സുഖമായിരിക്കുന്നു. കട്ട് ടു ക്ലോസ്-അപ്പ് ഓഫ് സഹറ ടേക്കിംഗ് ദ നോട്ട്ബുക്ക് ആൻഡ് റീഡിംഗ് വാട്ട് അലി ഹാസ് റിട്ടൺ ഇൻ ഇറ്റ്. സഹറ നോട്ട്ബുക്ക് എടുക്കുന്നതിൻ്റെയും അലി എഴുതിയത് വായിക്കുന്നതിൻ്റെയും അടുത്തു നിന്നുള്ള ഒരു ഷോട്ട്. ഫാദർ ഓഫ് സ്ക്രീൻ, പിന്നിൽ നിന്നും അച്ഛൻ. ഡോണ്ട് എവർ തിങ്ക് എബൌട്ട് സർജറി. ഒരിക്കലും ശസ്ത്രക്രിയയെക്കുറിച്ച് ചിന്തിക്കരുത്. ആൾട്ടർനേറ്റ് ക്ലോസ്-അപ്സ് ഓഫ് സഹറ ആൻഡ് അലി ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ. പരസ്പരം നോക്കുന്ന അലിയുടെയും സഹറയുടെയും മാറി മാറിയുള്ള അടുത്തു നിന്നുള്ള ഷോട്ട്. ഫാദർ ഓഫ് സ്ക്രീൻ, തിരശീലയിൽ നിന്നും അച്ഛൻ പറയാണ്, ഐ ഡോണ്ട് വാണ്ട് യു ടു ബിക്കം ക്രിപ്പിൾഡ്. നിന്നെ ഒരു വികലാംഗയാക്കാൻ എനിക്ക് ആഗ്രഹമില്ല. കട്ട് ടു ക്ലോസ്-അപ്പ് ഓഫ് സഹറ റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. നോട്ട്ബുക്കിൽ എഴുതുന്ന സഹറയുടെ അടുത്തു നിന്നുള്ള രംഗം. മംബ്ലിംഗ് ആസ് ഷീ റൈറ്റ്സ്. സഹറ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പിറുപിറുക്കുന്നു. അലി, യു ഹാവ് സം നെർവ്. അലി, നിനക്ക് നല്ല മനോധൈര്യമുണ്ട്. യു ലോസ്റ്റ് മൈ ഷൂസ്. നീ എൻ്റെ ഷൂസ് നഷ്ടപ്പെടുത്തി. ഐ വിൽ ടെൽ ഡാഡ്. ഞാൻ ഇത് അച്ഛനോട് പറയും. ക്യുക്ക് ക്ലോസ്-അപ്പ് ഓഫ് അലി ലുക്കിംഗ് അറ്റ് സഹറ. അലി സഹറയെ നോക്കുന്ന പെട്ടെന്നുള്ള അടുത്തു നിന്നുള്ള ഒരു രംഗം. ഷീ പാസസ് ദ നോട്ട്ബുക്ക് ടു അലി. അവൾ അലിക്ക് നോട്ട്ബുക്ക് കൈമാറി. ക്ലോസ്-അപ്പ് ഓഫ് ദ നോട്ട്ബുക്ക്. നോട്ട്ബുക്കിൻ്റെ അടുത്തു നിന്നുള്ള ഒരു ഷോട്ട്. The conversation of their parents continues on the soundtrack, now less audible, interspersed by the beat of the hammer on the block. അവരുടെ രക്ഷിതാക്കളുടെ സംഭാഷണം ശബ്ദരേഖയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചെറുതായിട്ടേ കേൾക്കുന്നുള്ളൂ, കാരണം മരത്തടിയിൽ ചുറ്റിക അടിക്കുന്ന ശബ്ദത്തിൽ ചിന്നിച്ചിതറിക്കൊണ്ട്. ക്ലോസ്-അപ്പ് ഓഫ് അലി റൈറ്റിംഗ് ഇൻ ദ നോട്ട്ബുക്ക്. നോട്ട്ബുക്കിൽ എഴുതുന്ന അലിയുടെ അടുത്തു നിന്നുള്ള രംഗം. 2 close-ups of father working on the other end of the room looking at the camera. ക്യാമറയിൽ നോക്കി മുറിയുടെ മറ്റേ അറ്റത്ത് ജോലി ചെയ്യുന്ന അച്ഛൻ്റെ അടുത്തു നിന്നുള്ള ഒരു ഷോട്ട്. Interspersed with close-ups of Ali and Zahra and a middle range shot showing them. അലിയുടെയും സഹറയുടെയും അടുത്തു നിന്നുള്ള 2 ഷോട്ടുകളും അവരെ രണ്ടുപേരെയും കാണിക്കുന്ന പകുതി ദൂരത്തിൽ നിന്നെടുത്ത ഷോട്ടുകളും കാരണം ഇടകലർന്നുകൊണ്ട് അച്ഛനെയും അങ്ങനെ ക്ലോസപ്പിൽ കാണിച്ചു. അലി റൈറ്റ്സ് ഇൻ ദ നോട്ട്ബുക്ക് ആൻഡ് പാസസ് ഇറ്റ് ടു സഹറ. അലി നോട്ട്ബുക്കിൽ എന്തോ എഴുതി എന്നിട്ട് അത് സഹറക്ക് കൈമാറി. സഹറ റീഡ്സ് വാട്ട് അലി ഹാസ് റിട്ടൺ ഇൻ ദ നോട്ട്ബുക്ക് ഇൻ എ വിസ്പർ. ഒരു അടക്കി പിടിച്ച ശബ്ദത്തിൽ സഹറ എന്താണോ അലി നോട്ട്ബുക്കിൽ എഴുതിയിട്ടുള്ളത് അത് വായിച്ചു. സഹറ, ഇഫ് യു ടെൽ ഡാഡ് ഹി വിൽ ബീറ്റ് ബോത്ത് ഓഫ് അസ്. സഹറ, നീ അച്ഛനോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മൾ 2 പേരെയും അടിക്കും.
because he doesn't have money to buy you a pair of shoes. കാരണം നിനക്ക് ഒരു ജോഡി ഷൂ വാങ്ങിക്കുവാനുള്ള പണം അദ്ദേഹത്തിൻ്റെ അടുത്തില്ല. സഹ്റ റൈറ്റ്സ് റൈറ്റ് ദെൻ വാട്ട് ഷുഡ് ഐ ഡു? പിന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇൻ ദ നോട്ട്ബുക്ക് ആൻഡ് പാസസ് ഇറ്റ് ടു അലി. ഇങ്ങനെ നോട്ട്ബുക്കിൽ എഴുതി എന്നിട്ടത് അലിക്ക് കൈമാറി. അലി റൈറ്റ്സ് യു ക്യാൻ വിയർ മൈ സ്നീക്കേഴ്സ് ആൻഡ് പാസസ് ദ നോട്ട്ബുക്ക് ബാക്ക്. നിനക്ക് എൻ്റെ ഷൂ ധരിക്കാം എന്ന് നോട്ട്ബുക്കിൽ എഴുതുകയും അത് സഹ്റക്ക് കൈമാറുകയും ചെയ്തു. സ്നീക്കർ എന്ന് പറഞ്ഞതിന് ഒരുവിധം കനം കുറഞ്ഞ ഉപയോഗിക്കാൻ സുഖമുള്ള ഒരു ഷൂ ആണ്. സഹ്റ റൈറ്റ്സ് ഐ വിൽ വിയർ ദം വെൻ യു ആർ ബാക്ക് ഫ്രം സ്കൂൾ. സഹ്റ എഴുതി നീ സ്കൂളിൽ നിന്നും തിരിച്ചെത്തിയാൽ ഞാൻ അത് ധരിക്കാം. ഡ്യൂറിങ് ദ പാസിംഗ് ഓഫ് ദ നോട്ട്ബുക്ക് ബാക്ക് ആൻഡ് ഫോർത്ത് ഓൺലി ദ നോട്ട്ബുക്ക് ഇൻ ക്ലോസപ്പ് ആൻഡ് ഹാൻഡ്സ് ആർ വിസിബിൾ ഇൻ ദ ഫ്രെയിം. അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ട്ബുക്ക് കൈമാറുമ്പോൾ ചട്ടക്കൂടിൽ നോട്ട്ബുക്കിൻ്റെ ക്ലോസപ്പും അതുപോലെ കൈകളും മാത്രമാണ് കാണാമായിരുന്നത്. ക്ലോസപ്പ് ഓഫ് സഹ്റ റൈറ്റിംഗ്. സഹ്റ എഴുതുന്നതിൻ്റെ വളരെ അടുത്തു നിന്നുള്ള ഒരു ഷോട്ട്. ദ സ്റ്റെപ്പ് ഓഫ് എ പെൻസിൽ ബ്രേക്സ്. അവളുടെ പെൻസിലിൻ്റെ മുന പൊട്ടുന്നു. അലി പുട്സ് ഹിസ് പെൻസിൽ ഓൺ ദ നോട്ട്ബുക്ക് ഫോർ ഹെർ ടു റൈറ്റ്. അവൾക്ക് എഴുതാൻ വേണ്ടി അലി അവൻ്റെ പെൻസിൽ നോട്ട്ബുക്കിൽ വെക്കുന്നു. സഹ്റ ഡസ് നോട്ട് ടേക്ക് ദ പെൻസിൽ. സഹ്റ ആ പെൻസിൽ എടുത്തില്ല. ക്ലോസപ്പ് ഓഫ് പെൻസിൽ ലൈയിങ് ഓൺ ദ നോട്ട്ബുക്ക്. നോട്ട്ബുക്കിൽ കിടക്കുന്ന പെൻസിലിൻ്റെ വളരെ അടുത്തു നിന്നുള്ള ഒരു ദൃശ്യം. ഇത്രയാണ് തന്നിട്ടുള്ള സ്ക്രിപ്റ്റ്. ഈ ഒരു ചാപ്റ്ററിലൂടെ ഒരു തിരക്കഥ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയാണ് ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.